നമസ്കാരം, ഞാൻ ശാലു വിനു. നമുക്കിന്നിവിടെ ഒരു എഗ് ബുർജി തയ്യാറാക്കാം. ഇതിനു വേണ്ട സാധനങ്ങൾ: മുട്ട, സവാള, തക്കാളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, മുട്ട, കടുക്, ജീരകം. എടുത്തു വച്ചിരിക്കുന്ന ഒരു 2-3 സ്പൂൺ പാലിലേക്ക് നമുക്ക് മുട്ട ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാൽ ആഡ് ചെയ്യുന്നത്. പാൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതൊന്ന് ആഡ് ചെയ്താൽ നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വരും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഒന്ന് വേഗം വഴന്ന് കിട്ടും കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പാതി വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി. പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. പിന്നെ ഗരം മസാല പാതി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ മസാലയുടെ സ്മെല്ലൊന്ന് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലേ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലും മുട്ടയും ചേർന്ന് മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഉടനെ നമ്മളത് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ബോയിലായി വരും. ആ ബോയിലായി വരുന്ന സമയത്ത് വേണം നമുക്കിതൊന്ന് ഇളക്കി തുടങ്ങാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കി എടുക്കാം. ഇതിലെ പാലിൻ്റെയും ഈർപ്പൊക്കെ ഒന്ന് വറ്റി, ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഗരം മസാല ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള എഗ് ബുർജി തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്